കാഴ്ചവെപ്പ് തിരുനാളിന് ഇടയന്മാരോടുകൂടെ ലാസറസിന്റെ ഭവനത്തിൽ. 1945 മാർച്ച് 22. ലാസറസിന്റെ ഗംഭീരമായ വീട് സന്ധ്യയായപ്പോൾ വളരെ പ്രകാശത്തോടെ ശോഭിക്കുന്നു. അകത്തു കത്തിച്ചിട്ടുള്ള വിളക്കുകളുടെ ആധിക്യം നിമിത്തം വീടിനു തീപിടിച്ചാൽ എന്ന പോലെ പ്രകാശം. ആ പ്രകാശം വെളിയിലേക്ക് വീശി പൂമുഖം, മുറ്റം, പൂന്തോട്ടം ഇവയെല്ലാം പ്രശോഭിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന ചന്ദ്രൻ്റെ ശോഭയെ വെല്ലുന്ന വെളിച്ചമാണ് പൂമുഖത്തിനടുത്തുള്ള മുറ്റത്തും തോട്ടത്തിലും. അകലെയുള്ള ഭാഗങ്ങളെല്ലാം ചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുന്നു. ആ പ്രദേശം മുഴുവൻ അലൗകികമായ വെള്ളിനൂൽ കൊണ്ട് മെനഞ്ഞ ഒരു മേലങ്കി കൊണ്ട് ആവൃതമായതുപോലെയുണ്ട്. ആകെ നിശബ്ദത. തോട്ടത്തിലെ മീൻകുളത്തിലുള്ള കുഴലിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്ന സ്വരം മാത്രമേ കേൾക്കാനുള്ളൂ. ചുറ്റുമുള്ള ചന്ദ്രികയുടെ സ്വർഗീയമായ ശാന്തതയെ അത് വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ. എന്നാൽ വീടിനടുത്ത് ആളുകളുടെ സന്തോഷം തുളുമ്പുന്ന സംസാരത്തിൻ്റെ മേശകൾ വിരിക്കുകയും പാത്രങ്ങൾ നിരത്തുകയും മറ്റും ചെയ്യുന്നതിൻ്റെ ബഹളത്തിൻ്റെയും ശബ്ദം കേൾക്കാം. മനുഷ്യൻ തന്നെ, അരൂപിയല്ല എന്ന് ഇപ്പോൾ ഓർത്തു പോകുന്നു. മാർത്ത തിരക്കിട്ട് ഓടി നടക്കുന്നു. മനോഹരമായ ഉടുപ്പ്, ചുമപ്പും വയലറ്റും കലർന്ന നിറം. വിനയമുള്ള വളരെ അയവുള്ള ആ വസ്ത്രത്തിൽ ഒരു പുഷ്പം പോലെ കാണപ്പെടുന്നു. ഒരു കിങ്ങിണിപ്പൂവ്, ഒരു ചിത്രശലഭം. പറന്നു നടക്കുന്ന ശലഭം നേരിയ ചുവപ്പും നീലയും കലർന്ന ഭിത്തികൾക്കെതിരെ പൂമുഖവും വിരുന്നുശാലയും ഈ നിറത്തിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. പറന്നു നടക്കുന്നു. ഭിത്തിയിലെല്ലാം ചെറിയ പൂക്കളും പെയിന്റ് ചെയ്തിരിക്കുന്നതിനാൽ പരവതാനി പോലെയുണ്ട്. ഈശോ തനിയെ മീൻകുളത്തിനരികെ നടക്കുകയാണ്. അടുത്തുള്ള ഒരു വലിയ ലോറൽ വൃക്ഷം ഉളവാക്കുന്ന നിഴലിൽ മുങ്ങിയും പിന്നീട് നിലാവിൽ ശോഭിച്ചുമാണ് നടപ്പ്. ചന്ദ്രികയ്ക്ക് തെളിമ കൂടിക്കൂടി വരുന്നു. മീൻകുളത്തിൽ വീഴുന്ന വെള്ളം വെള്ളിത്തണ്ട് പോലെയും പൊട്ടിച്ചിതറുന്ന വജ്രത്തരികൾ പോലെയും കാണപ്പെടുന്നു. വെള്ളി പോലെ ശോഭിക്കുന്ന ജലത്തിൽ അവ വീണ് താണുപോകുന്നു. ഈശോ ആ വെള്ളം വീഴുന്നത് ശ്രദ്ധിക്കുന്നു. ജലം മന്ത്രിക്കുന്നത് എന്താണെന്ന് ആ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. വെള്ളത്തിൻ്റെ മധുരമായ സംഗീതം ഒരു രാപ്പാടിയെ ഉണർത്തുന്നു. ആ പക്ഷി ഉത്തരമായി അതിൻ്റെ പാട്ട് പാടുന്നു. അല്പസമയം ശ്രദ്ധിക്കുന്നു, ജലത്തിൻ്റെ സ്വരത്തോട് ചേരുന്ന സ്വരമെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മനോഹരമായ സന്തോഷരാഗം മെല്ലെ പാടുന്നു. ഈശോ നടപ്പ് നിർത്തി. ഇലയനങ്ങുന്ന ശബ്ദം നിമിത്തം രാപ്പാടി പേടിച്ചു പോകാതിരിക്കാൻ, അതിൻ്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ, തൻ്റെ തന്നെയും സന്തോഷത്തിന് കുറവ് വരാതിരിക്കാൻ. കാരണം തല കുനിച്ചു നടക്കുന്ന ഈശോ സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകുന്നത് ഞാൻ കാണുന്നു. വളരെ മനോഹരമായി പാടിയ ആ പാട്ട് തീർന്നപ്പോൾ ഈശോ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനായ പിതാവേ, ഇത്ര മഹത്തായ പൂർണ്ണതയ്ക്ക് നീ എനിക്ക് തന്ന സന്തോഷത്തിനു വേണ്ടി നീ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അനന്തരം ഈശോ തുടർന്നു നടക്കുകയാണ്. ആഴമായ ധ്യാനത്തിൽ മുഴുകി മെല്ലെ നടക്കുന്നു. എന്താണ് ധ്യാനിക്കുന്നതെന്ന് ഞാൻ വിസ്മയിക്കുകയാണ്. സൈമൺ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു, ഗുരുവേ, ലാസറസ് അങ്ങയെ വിളിക്കുന്നു. എല്ലാം തയ്യാറായി, നമുക്ക് പോകാം. അങ്ങനെ അവരുടെ സംശയം തീർക്കാം. മേരി നിമിത്തമാണ് ഞാൻ അങ്ങോട്ട് പോകാത്തതെന്നാണ് അവരുടെ അവസാനത്തെ സംശയം. ഓ, എന്തുമാത്രം കണ്ണീർ! ഗുരുവേ, നിന്റെ രഹസ്യമായ അത്ഭുതം മാത്രമാണ് അവരുടെ വേദനക്കൽപ്പം ശമനം നൽകിയത്. നീ അറിഞ്ഞോ, ലാസറസ് ഒളിച്ചോടാൻ ഒരുങ്ങിയതാണ്. കാരണം അവർ തിരിച്ചു ചെന്നപ്പോൾ അവൾ ഇറങ്ങിപ്പോയി. ആ ശവകുടീരത്തിൽ അവൾക്ക് താമസിക്കാൻ പറ്റുകയില്ലെന്നും സന്തോഷമായി ജീവിക്കാൻ അവൾ പോകുകയാണെന്നും മറ്റും കഠിന വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് പോയത്. മാർത്തയും ഞാനും അവനോട് കേണപേക്ഷിച്ചു പോകരുതേ എന്ന്. ഒരാളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. അവളെ അവൻ കണ്ടിരുന്നെങ്കിൽ ഇനി തിരിച്ചു വരാത്ത വിധം അവളെ വകവരുത്തുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെക്കുറിച്ച് അവൾ മൗനം പാലിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിക്കുന്നു.
അവൾക്ക് വേണ്ടി ഉടനടി ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതും അവർക്ക് ഇഷ്ടമായിരിക്കും. എനിക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ നിർബന്ധത്താലുള്ള പുനരുത്ഥാനമല്ല ഹൃദയങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ മരണത്തെ ഞാൻ ബലം പ്രയോഗിച്ച് മാറ്റുന്നു. അതിൻ്റെ ഇരകളെയെല്ലാം അപ്പോൾ അത് എനിക്ക് തിരിച്ചു തരും. കാരണം ഞാൻ ജീവൻ്റെയും മരണത്തിൻ്റെയും അധിപനാണ്. എന്നാൽ അരൂപിയുടെ പുനരുജ്ജീവനം ഞാൻ നിർബന്ധിച്ചു വരുത്തുകയില്ല. കാരണം അരൂപി അമർത്യമാണ്. സ്വന്തം മനസ്സാലെ ഉയരുവാൻ അതിന് കഴിയും. അരൂപികൾ പദാർത്ഥപരമല്ല, എന്നാൽ ജഡത്തിന് ആത്മാവില്ലെങ്കിൽ ജീവനില്ലാത്തതാണ്. ഞാൻ ഒന്ന് വിളിക്കും, ആദ്യത്തെ വിളി, ആദ്യത്തെ സഹായവും ചെയ്യും, എന്നിട്ട് കാത്തിരിക്കും. ജീവനുള്ള മനുഷ്യനെ കുഴിച്ചിട്ടിരിക്കുന്ന ശവകുടീരം തുറക്കുന്നത് പോലെയാണത്. വായുവും വെള്ളവുമില്ലാതെ കുറേ സമയം അതിനുള്ളിൽ കിടന്നാൽ അയാൾ മരിച്ചു പോകും. ഞാൻ വായുവും വെള്ളവും അതിലേക്ക് കടത്തിവിട്ട് കാത്തിരിക്കുന്നു. പുറത്തിറങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാവ് പുറത്തിറങ്ങി വരുന്നു. അതിന് വരാൻ ആഗ്രഹമില്ലെങ്കിൽ അന്ധകാരം കൂടിക്കൂടി വന്ന് അതിൻ്റെ അഗാധത്തിലേക്ക് ആത്മാവ് താഴുന്നു. എന്നാൽ അത് പുറത്തു വരികയാണെങ്കിൽ അത് പുറത്തു വരികയാണെങ്കിൽ ഞാൻ തറപ്പിച്ചു പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ഒരു അരൂപിയേക്കാൾ വലുതായി ഒരുത്തരും ഉണ്ടാകുകയില്ല. മരിച്ചിട്ട് ദൈവത്തിൻ്റെ ആനന്ദമായി സ്നേഹത്തിൻ്റെ ശക്തിയാൽ വീണ്ടും ജീവിക്കുന്ന ഒരാളേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഏകവ്യക്തി പരിപൂർണമായി നിഷ്കളങ്കനായ ഒരുവനാണ്. എൻ്റെ ഏറ്റവും വലിയ വിജയങ്ങൾ അവരാണ്. സൈമൺ, ആകാശത്തിലേക്ക് നോക്കൂ. അവിടെ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്, ഇല്ലേ? ചെറിയ നക്ഷത്രങ്ങളുണ്ട്, പല വലിപ്പത്തിലുള്ള ഗ്രഹങ്ങളുണ്ട്. അവയെല്ലാം ജീവിക്കുന്നു, പ്രകാശിക്കുന്നു. അവയെ സൃഷ്ടിച്ച ദൈവത്തിനും അവയെ പ്രകാശമാനമാക്കുന്ന സൂര്യനും വേണ്ടിയാണവർ ജീവിക്കുന്നത്. എന്നാൽ അവയുടെ വലിപ്പവും പ്രകാശവും തുല്യമല്ല. എൻ്റെ സ്വർഗത്തിലും അതുപോലെ ആയിരിക്കും. രക്ഷ പ്രാപിച്ച് എല്ലാവർക്കും ഞാൻ നിമിത്തം ജീവനുണ്ടാവും. എൻ്റെ പ്രകാശത്തിൽ നിന്നവർക്ക് പ്രകാശം ലഭിക്കും. എന്നാൽ അവരെല്ലാവരും തുല്യപ്രഭയുള്ളവരോ ശ്രേഷ്ഠതയിൽ ഒരുപോലെയോ ആയിരിക്കുകയില്ല. ചിലർ നക്ഷത്രധൂളികളായിരിക്കും. ധവളമായ ആകാശഗംഗയെ ഉണ്ടാക്കിയിരിക്കുന്നത് അവരെ കൊണ്ടാണ്. എണ്ണമില്ലാത്ത വിധം അത്രയധികം പേർ ഈ ഗണത്തിൽപ്പെടും. നിത്യനാശം ഉണ്ടാകാതിരിക്കാൻ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ക്രിസ്തുവിൽ നിന്ന് എടുത്തിട്ടുള്ളവർ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ വളരെ ദീർഘമായ ശുദ്ധീകരണ സഹവാസം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് വരും. വേറെ ചിലർ കൂടുതൽ പ്രകാശമുള്ളവരും മെച്ചമായ രൂപം ലഭിച്ചവരും ആയിരിക്കും. ഇവർ നീതിമാന്മാരാണ്. അവരുടെ മനസ്സിനെ ക്രിസ്തുവിൻ്റെ മനസ്സിനോട് യോജിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസരിച്ചവരാണ്. ഇനിയുമുള്ള ഗണം ഗ്രഹങ്ങളാണ്. സന്മനസ്സുള്ളവരാണിവർ. അവരാണ് ഏറ്റവും പ്രകാശമുള്ളവർ. ശുദ്ധ വജ്രം പോലെയോ ചെമപ്പു നിറമുള്ള മാണിക്യം പോലെയോ നല്ല വെണ്മയുള്ള ഇന്ദ്രനീലം പോലെയോ സ്വർണ്ണ നിറമുള്ള പുഷ്യരാഗം പോലെയോ നല്ല വെണ്മയുള്ള മുത്തുപോലെയോ വിവിധ വർണ്ണങ്ങളിൽ അവർ പ്രകാശിക്കും. സ്നേഹത്തിനായി അനുതപിച്ചു മാനസാന്തരപ്പെട്ടവർ, സ്നേഹത്തിനായി കർമ്മനിരതരായവർ, സ്നേഹത്തിനായി പാപം ചെയ്യാതെ ജീവിച്ച നിർമ്മലരായവർ, ഇവരെല്ലാമാണ് ഈ ഗണത്തിൽ പെടുന്നത്. ഈ ഗ്രഹങ്ങളിൽ ചിലത് രക്ഷകന്റെ അഭിമാനങ്ങളായിരിക്കും. വിലയേറിയ വിവിധ രത്നങ്ങൾ പോലിവർ പ്രകാശിക്കും. ഈ ഗണത്തിൽപ്പെട്ടവർ സ്നേഹത്തിനായി എല്ലാമായി തീർന്നവരാണ്. വീരോചിതമായി സ്നേഹിച്ച് എല്ലാം ചെയ്തവരാണവർ. നേരത്തെ സ്നേഹിക്കാതിരുന്നത് തന്നോട് തന്നെ ക്ഷമിക്കുന്നവർ, പരിഹാര പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞവർ, അത്രയധികം മാനസാന്തരത്തിലേക്ക് വന്നവർ. അസൂരസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് സുഗന്ധ തൈലം കൊണ്ട് എസ്തേർ സ്വയം പൂശി പരിമളപൂരിതമായതുപോലെയാണവർ. പാപത്തിൽ ജീവിച്ച അനേകം വർഷങ്ങളിൽ ചെയ്യാതെ നഷ്ടപ്പെടുത്തിയവ അല്പസമയത്തിനുള്ളിൽ ചെയ്യുന്നതിനായി വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവർ, തങ്ങളുടെ ആത്മാക്കളിലും ചിന്തകളിലും മാത്രമല്ല ശരീരത്തിലും ഇന്ദ്രിയപരമായ കാര്യങ്ങളെല്ലാം വിസ്മരിക്കത്തക്ക വിധം അത്രയധികം വീരോചിതമായ വിശുദ്ധിയിലെത്തിയവർ. വിവിധ വർണ്ണങ്ങളിലുള്ള അവരുടെ ശോഭയാൽ എല്ലാവരെയും അവർ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു. വിശ്വാസികളായവർ, നിർമ്മലരായവർ, അനുതാപത്തിലേക്ക് വന്നവർ, രക്തസാക്ഷിത്വം ഭരിച്ചവർ, താപസികൾ,
പാപികൾ, ഇങ്ങനെ എല്ലാ ഗണങ്ങളിലും ഉൾപ്പെടുന്ന ആളുകൾക്ക് ലഭിച്ച അവരുടെ ഒരു വാക്ക്, ഒരു മറുപടി, ഒരു ക്ഷണം, ഒരു ധൈര്യപ്പെടുത്തൽ, ഇവയാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശമായി മാറുന്നത്. എന്നാൽ നമുക്ക് പോകാം. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവർ നമ്മെ കാത്തിരിക്കുകയാണല്ലോ. കാര്യം ഇതാണ്, നീ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ജീവിക്കുന്നവരാണെന്ന കാര്യം പോലും ഞങ്ങൾ മറന്നുപോകുന്നു. ഈ പറഞ്ഞതെല്ലാം ഞാൻ ലാസറസിനോട് പറയട്ടെ. എനിക്ക് തോന്നുന്നത് ഒരു വാഗ്ദാനം അതിലടങ്ങിയിട്ടുണ്ടെന്നാണ്. നീ പറയുക തന്നെ വേണം. ഒരു സ്നേഹിതന്റെ വാക്ക് അവരുടെ മുറിവിന് ആശ്വാസം നൽകും. അപ്പോൾ എൻ്റെ അടുത്ത് വിഷമം കാണിച്ചല്ലോ എന്നോർത്ത് മനപ്രയാസം ഉണ്ടാകുകയില്ല. മാർത്ത ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു, അല്ലേ? ഞാൻ സൈമനോട് നക്ഷത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈ ദീപങ്ങളുടെ കാര്യം ഞങ്ങൾ അങ്ങ് മറന്നുപോയി. നിങ്ങളുടെ വീട് ഈ രാത്രിയിൽ ശരിക്കും ആകാശത്തിൻ്റെ തട്ട് പോലെയുണ്ട്. ഞങ്ങൾ ഇന്ന് ദീപങ്ങൾ കൊളുത്തിയിരിക്കുന്നത് ഞങ്ങൾക്കും ഭൃത്യർക്കും വേണ്ടി മാത്രമല്ല, നിനക്കും ശിഷ്യന്മാർക്കും വേണ്ടി കൂടിയാണ്. ഇന്ന് അവസാന രാത്രിയിൽ നീ വന്നതിന് നന്ദി പറയുന്നു. ഇപ്പോൾ ഇത് വാസ്തവത്തിൽ ശുദ്ധീകരണ തിരുനാളാണ്. മാർത്തായ്ക്ക് കുറെ കൂടി സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ പൊട്ടിക്കരഞ്ഞു പോകുമോ എന്ന് ശങ്കിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം. ഡസൻ കണക്കിന് വെള്ളി ദീപങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഹാളിലേക്ക് ഈശോ പ്രവേശിച്ച് പറയുന്നു. ലാസറസ് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് മുൻപോട്ട് വന്ന് പറയുന്നു, ഗുരുവേ, സമാധാനവും അനുഗ്രഹവും നിനക്കുണ്ടാകട്ടെ. അനേക വർഷം പരിശുദ്ധമായ സന്തോഷവും ഉണ്ടാകട്ടെ. അവർ പരസ്പരം ചുംബിക്കുന്നു. നമ്മുടെ ചില സ്നേഹിതർ എന്നോട് പറഞ്ഞു, നീ ജനിച്ചതും വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേം മുഴുവൻ ദീപങ്ങൾ കത്തിച്ചൊരിച്ചിരുന്ന ഒരു ശുദ്ധീകരണ തിരുനാളിലാണെന്നാണ്. ഈ രാത്രിയിൽ നീ ഇവിടെയായിരിക്കുന്നത് അവർക്കും ഞങ്ങൾക്കും വളരെ സന്തോഷം നൽകുന്നു. ആരാണ് ഈ സ്നേഹിതർ എന്ന് നിനക്കറിയേണ്ടയോ? എനിക്ക് എൻ്റെ ശിഷ്യരല്ലാതെ വേറെ സ്നേഹിതരില്ല. ബദനിയിലെ പ്രിയപ്പെട്ടവരും ഇടയന്മാരും. അപ്പോൾ ഇടയന്മാരായിരിക്കണം. അവർ വന്നോ? എന്തിനാണ് അവർ വന്നത്? ഞങ്ങളുടെ രക്ഷകനായ നിന്നെ ആരാധിക്കാൻ. ജോനാഥൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അറിയാനിടയായത്. ഞങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെല്ലാം ലാസറസിൻ്റെ ആലകളിലും ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ഇപ്പോൾ എപ്പോഴും നിന്റെ വിശദമായ പാദങ്ങളിലും. അവൻ്റെ പാദത്തിങ്കൽ സാഷ്ടാംഗം വീണുകിടക്കുന്ന ഏലിയാസ്, ലേവി, ജോസഫ്, ജോനാഥൻ എന്നിവരുടെ പേരിൽ ഐസക്കാണ് പറഞ്ഞത്. യജമാനൻ്റെ പ്രിയപ്പെട്ട നടത്തിപ്പുകാരൻ ജോനാഥൻ ഇളം നിറമുള്ള ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. അതിൽ വെള്ളമൊട്ടും പിടിക്കുകയില്ല. ഒരിക്കലും ക്ഷീണിതനാകാത്ത തീർത്ഥാടകന് യോജിച്ച വസ്ത്രം. ലേവിയും ജോസഫും ഏലിയാസും പുതിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ആടിൻ്റെ മണമുള്ള അവരുടെ കീറ വസ്ത്രങ്ങൾ മാറ്റി നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. വിരുന്നിനിരിക്കാൻ ലാസറസ് അവർക്ക് നൽകിയ വസ്ത്രങ്ങൾ. അതിനാണോ എന്നെ നീ തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചത്? ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. എൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നതിന് അമ്മയുടെ അസാന്നിധ്യം മാത്രമേ കുറവുള്ളൂ. എല്ലാവരും എഴുന്നേൽക്കൂ. അമ്മയിൽ നിന്നകന്ന് ജന്മദിനം കൊണ്ടാടുന്നത് ഇതാദ്യമായിട്ടാണ്. എന്നാൽ നിങ്ങളുടെ സാന്നിധ്യം മൂലം അമ്മയുടെ ചുംബനങ്ങൾ കിട്ടാത്തതിലുള്ള ദുഃഖം ഞാൻ അറിയുന്നില്ല. അവരെല്ലാവരും ഭക്ഷണശാലയിലേക്ക് പോകുന്നു. അവിടെയുള്ള ദീപങ്ങൾ സ്വർണ്ണ ദീപങ്ങളാണ്. ജ്വാലയുടെ പ്രകാശത്തിൽ ലോഹം കൂടുതൽ വെട്ടിത്തിളങ്ങുന്നു. ലോഹത്തിൻ്റെ തിളക്കത്തിൽ ജ്വാലകൾ കൂടുതൽ സജീവമായിരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ യു എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് വിരുന്നുമേശ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്ഥലമൊട്ടും നഷ്ടമാകാതെ കൂടുതൽ ആളുകളെ ഇരുത്താനും ശുശ്രൂഷികൾക്ക്, പ്രത്യേകിച്ച് ഇറച്ചി മുറിച്ച് വിളമ്പുന്നവർക്ക് വളരെ സൗകര്യമാകാനും ഈ ക്രമീകരണം ഉതകുന്നു. ലാസറസ്, അപ്പസ്തോലന്മാർ, ഇടയന്മാർ, മാക്സിമിനൂസ്, സൈമൻ്റെ വൃദ്ധനായ ഭൃത്യൻ, ഇത്രയും പേരാണ് വിരുന്നിനിരിക്കുന്നത്. മാർത്ത ഓരോരുത്തർക്കും സ്ഥാനം നിർണയിച്ചു കൊടുക്കുന്നു. അവൾ നിൽക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. എന്നാൽ ഈശോ അത് സമ്മതിക്കുന്നില്ല. ഇന്ന് നീ സത്രം സൂക്ഷിപ്പുകാരിയല്ല, നീ പെങ്ങളാണ്. നിന്റെ സ്വന്തം രക്തമെന്ന പോലെ ഇന്ന് നീ ഇരിക്കണം. നമ്മളൊരു കുടുംബമാണ്. സ്നേഹത്തിന് വഴി കൊടുക്കാൻ നിയമങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. നീ ഇവിടെ എൻ്റെ അടുത്തിരിക്കണം. ജോൺ നിൻ്റെ അടുത്തിരിക്കും. ലാസറസും എൻ്റെ കൂടെ ഇരിക്കും. എന്നാൽ എനിക്കൊരു ദീപം തരൂ. എൻ്റെയും മാർത്തയുടെയും ഇടയ്ക്ക് കത്തിക്കാൻ ഒരു വിളക്ക് വേണം, ഒരു ജ്വാല.
ഇവിടെയില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി, എന്നാൽ ഉള്ളവർക്ക് വേണ്ടി, സ്നേഹിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി, നമ്മൾ കാത്തിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർ വിദൂരത്തിലായിരുന്നവർക്ക് വേണ്ടി, അവർക്കെല്ലാവർക്കും വേണ്ടി ജ്വാല ഉച്ചരിക്കുന്നത് പ്രകാശത്തിൻ്റെ വാക്കുകളാണ്. സ്നേഹം ഉച്ചരിക്കുന്നത് ഊഷ്മളതയുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ വളരെ ദൂരം സഞ്ചരിക്കും. പദാർത്ഥപരമല്ലാത്ത അരൂപിയുടെ തിരമാലകളിൽ പർവ്വതങ്ങൾക്കും കടലുകൾക്കും അപ്പുറം അവയെത്തുന്നു. അവ ചുംബനങ്ങളും ആശസ്സുകളും ആവഹിക്കുന്നു. അവയെല്ലാം ആവഹിക്കുന്നു. അല്ലേ? അങ്ങനെയല്ലേ? മാർത്ത ദീപം ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒഴിവായിട്ടിട്ടിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ കുനിഞ്ഞ് ഈശോയുടെ കരം ചുംബിക്കുന്നു. അപ്പോൾ ഈശോ അവളുടെ കറുത്ത മുടിയുടെ മുകളിൽ കൈവച്ച് അവളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം ആരംഭിക്കുകയാണ്. ഇടയന്മാർ 3 പേർക്കും ആദ്യം വലിയ സംഭ്രമമാണ്. ഐസക്കിന് അത്രയും വിഷമമില്ല. ജോനാഥൻ ഒരു പ്രയാസവും കാണിക്കുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇടയന്മാർക്ക് ഭയം മാറി. ഇതുവരെ ഒന്നും ഉരിയാടാതെ ഇരുന്നവർ അല്പം സംസാരിക്കാൻ തുടങ്ങി. എന്തിനെക്കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്? അവരുടെ മായാത്ത ഓർമ്മകളെക്കുറിച്ച്. ലേവി പറയുന്നു, ഞങ്ങൾ ആലയിലേക്ക് വന്നിട്ട് അധിക സമയമായിരുന്നില്ല. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാതെ എൻ്റെ അമ്മയെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അല്പം ചൂടിനു വേണ്ടി ആടുകളുടെ ഇടയിലേക്ക് ഞാൻ പോയി. എന്നാൽ അധിക സമയമായില്ല. വഴിയിൽ വെച്ച് കണ്ട ആ ചെറുപ്പക്കാരിയായ അമ്മയെക്കുറിച്ച് വിചാരിക്കുകയായിരുന്നു. അവൾക്ക് സ്ഥലം കിട്ടിക്കാണുമോ? അവൾ തൊഴുത്തിലാണെന്ന വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവളെ ആലയിലേക്ക് കൂട്ടുമായിരുന്നു. എന്നാൽ അവൾ എത്ര കാരുണ്യമുള്ളവളാണ്. നമ്മുടെ താഴ്വരയിലെ ഒരു ലില്ലി പുഷ്പം. ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുക എന്ന് അവളോട് പറയുന്നത് ഒരു ബഹുമാനക്കുറവായിരിക്കുമെന്ന് ഞാൻ ശങ്കിച്ചു. എന്നാലും ഞാൻ അവളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവൾ എത്രയധികം സഹിക്കുന്നുണ്ടായിരിക്കണം എന്നോർത്തപ്പോൾ എനിക്ക് കൂടുതൽ തണുപ്പ് തോന്നി. ആ രാത്രിയിലെ പ്രകാശവും നിന്റെ പേടിയും ഓർക്കുന്നുണ്ട്. ഉണ്ട്. ഓ, ആ മാലാഖ. ലേവി ഓർമ്മകളിൽ മുങ്ങി ഉണർന്ന് പുഞ്ചിരി തൂകുന്നു. ഓ സ്നേഹിതരെ, ഒരു നിമിഷം ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. അറിയുന്നത് തന്നെയും അത്ര ശരിയല്ല. ഞങ്ങൾ മാലാഖമാർ, തൊഴുത്ത്, ആട്ടിൻപറ്റങ്ങൾ, ബെത്ലഹേം എന്നെല്ലാം കേട്ടിട്ടുണ്ട്. എന്നാൽ അവൻ ഗലീലിയനാണെന്നും ആശാരിയാണെന്നും അറിയാം. ഞങ്ങൾ അറിയാതിരിക്കുന്നത് ശരിയല്ല. തെളിവെള്ളത്തിൽ വെച്ച് ഞാൻ ഗുരുവിനോട് ചോദിച്ചു. എന്നാൽ അപ്പോൾ വേറെ എന്തോ സംസാരിച്ചു. വിഷയം മാറിപ്പോയി. ഈ യുവാവിന് എല്ലാം അറിയാം. അവനൊരു കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ നിന്നോടാണ്, സബദിയുടെ പുത്രൻ ജോണിനോടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണോ മുതിർന്നവരെ നീ ബഹുമാനിക്കുന്നത്? നീ എല്ലാം നിനക്ക് മാത്രമായി സൂക്ഷിച്ചെന്നെ വിഡ്ഢിയായ ശിഷ്യനാക്കുകയാണ്. ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ തന്നെ ഒരു മടയനല്ലേ? പത്രോസിൻ്റെ ആത്മാർത്ഥമായി ദേഷ്യം കണ്ട് എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ പത്രോസ് ഈശോയോട് പറയുന്നു, അവരെല്ലാം ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അനന്തരം ബെർത്തലോമിയോ, ഫിലിപ്പ്, മാത്യു, തോമസ്, ജെയിംസ്, ആൻഡ്രൂ ഇവരോട് പറയുന്നു, വരൂ, നിങ്ങളും പറയൂ, എൻ്റെ കൂടെ പ്രതിഷേധം അറിയിക്കൂ. എന്തുകൊണ്ടാണ് നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തത്? വാസ്തവം, യോന മരിക്കുന്ന അവസരത്തിൽ നീ എവിടെയായിരുന്നു? ഞങ്ങൾ ലെബനോനിലായിരുന്നപ്പോൾ നീ എവിടെയായിരുന്നു? നീ പറഞ്ഞത് ശരിയാ. യോനയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് മരിക്കുന്ന ഒരു മനുഷ്യൻ പിച്ചും പേയും പറഞ്ഞതാണെന്നാണ്. ഞാനെങ്കിലും അങ്ങനെയാണ് ചിന്തിച്ചത്. ലെബനോനിലാണെങ്കിൽ എനിക്കാകെ ക്ഷീണവും ഉറക്കവുമായിരുന്നു. ഗുരുവേ, എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ സത്യം ഇതാണ്. ആ അനേകരെ സംബന്ധിച്ച് ഇതായിരിക്കും സത്യം. സുവിശേഷവൽക്കരണത്തിന് വന്നിട്ടുള്ളവരുടെ ലോകം നീ പറഞ്ഞത് തന്നെയായിരിക്കും. നിത്യനായ വിധിയാളനോട് പറയുന്ന മറുപടി. ഞാൻ ഓർത്തു അത് പിച്ചും പേയും പറച്ചിലാണെന്ന്. എനിക്ക് ക്ഷീണവും ഉറക്കവുമായിരുന്നു. എൻ്റെ അപ്പസ്തോലന്മാർ അവരെ വേണ്ടതെല്ലാം പഠിപ്പിച്ചതാണെങ്കിലും തങ്ങളെ തന്നെ ന്യായീകരിക്കാൻ അവർ പറയുന്ന കാര്യങ്ങൾ അവർ പലപ്പോഴും സത്യത്തെ അംഗീകരിക്കുകയില്ല. പിച്ചും പേയും പറച്ചിലായി സത്യത്തെ തെറ്റിദ്ധരിക്കും. സത്യം അവർ ഓർത്തിരിക്കുകയില്ല. കാരണം അവർക്ക് ഉറക്കവും ക്ഷീണവുമാണ്. ഉപകാരമില്ലാത്തതും ക്ഷണികവും പാപങ്ങളുമായിട്ടുള്ളവയും ധാരാളമായി ചെയ്യുന്നതിൻ്റെ ക്ഷീണം. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, ദൈവത്തെ അറിയുക എന്നത് മാത്രം.